ഹലോ, എൻ്റെ പേര് ദീപ്തി. ഞാൻ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ് എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. മേഴ്സി കോളേജിലായിരുന്നു ഇവിടെ പാലക്കാട് പഠിച്ചത്. മേഴ്സി കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 2024 പാസ് ഔട്ട് ആയിട്ട് ഞാൻ നേരെ എജുഹോമിൽ വന്ന് ചേർന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് വലിയ ഈ എക്സാംസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. എക്സാംസിന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കോണ്ട് എനിക്ക് എനിക്ക് സിലബസ് ആക്ച്വലി കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് എനിക്ക് എല്ലാത്തിനെ കുറിച്ചും ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഞാൻ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ആണ് എടുത്തത്. അപ്പൊ എനിക്ക് മാത്സ് ഞാൻ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത് 10th ഇവിടെ വന്നിട്ടാണ് അപ്പൊ കോണ്ട് ആദ്യമായിട്ട് കാണുമ്പോൾ ഇവിടെ മെയിൻ നമുക്കറിയാലോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്പീഡാണ്. പിന്നെ ഞങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത്രയും നാളും ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോ അത് ഫസ്റ്റത്തെ ഒരു ഹേർഡിലായിരുന്നു എനിക്ക്. അപ്പൊ ഇവിടെ വന്നു. പക്ഷെ ക്ലാസ്സസ് ഒക്കെ വിനോദ് സാർ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡയറക്ട്ലി ക്ലാസ്സസ് തന്നിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിന് സാറ് എടുക്കുന്ന രീതിയിലായാലും ഞങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിരുന്നു. ഈസി ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അതിന് എനിക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നില്ല. പകരം ആ ഒരു ടൈം എനിക്ക് ക്വാണ്ടും റീസണിങ്ങും ഞാൻ ബിലോ ആവറേജ് ആയിരുന്നു, അതിന് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ പിന്നീട് എക്സാംസ് എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇത് തന്നെയായിരുന്നു, ലോ അറ്റംപ്റ്റ്സ് തന്നെയായിരുന്നു. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അറ്റംപ്റ്റ് കയറി വന്നത്. പിന്നെ എല്ലാ എക്സാംസും അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എക്സാം ഹാളിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, അവിടെ നമ്മളുടെ ഉള്ള ഒരു അപ്രോച്ച്, അവിടെ ചെയ്യേണ്ട രീതി. കാരണം എക്സാംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെങ്ങനെ എഴുതുന്നു എന്നുള്ള കൺട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനും സാറ് കുറേ മെൻറ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. സാറിൻ്റെ തന്നെ കുറേ എക്സാംസിന് മുന്നേ ഉള്ള ക്ലാസ്സസ്, സാർ എക്സാംസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ. ഫോർ എക്സാമ്പിൾ എക്സാമിന് ഇപ്പോൾ ഒരു ദിവസം മുന്നേ ആണെങ്കിൽ ഒരിക്കലും ഞാൻ പഠിക്കാറില്ല. അതിന് മുന്നേ ഞാൻ എല്ലാം ക്ലോസ് ചെയ്ത് അവിടെ വയ്ക്കും. സോ ദാറ്റ് എക്സാമിന് ഞാൻ ഫ്രഷ് ആയിരിക്കും, ബ്രെയിൻ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ജഗിൾ ചെയ്യില്ല എക്സാമിൻ്റെ തലേ ദിവസം. അങ്ങനെ കുറേ ടിപ്സ്, അതുപോലെ എക്സാമിനെ എങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് നേരിടാം, എങ്ങനെ ലൈക്ക് നമ്മൾ ഇമോഷണലി, അതൊക്കെ സാറിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഈ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത്. എക്സാം ക്രാക്ക് ചെയ്തതിൽ ഞാനിപ്പോൾ ധനലക്ഷ്മി ബാങ്കിൽ ജൂനിയർ ഓഫീസറായിട്ടാണ് പോസ്റ്റ് ആയിട്ടുള്ളത്. അഗെയിൻ വേറൊരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത്, സാറിൻ്റെ ന്യൂസ് പേപ്പർ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മാത്രം ഇതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന് സ്പെഷ്യലായിട്ട് രാവിലെ ഒരു ക്ലാസ് എല്ലാ പിള്ളേരും അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ. പേജ് ഹോമിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലക്കാണ് ആക്ച്വലി. കാരണം ഇവിടുത്തെ ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിലും ഞങ്ങൾ ഇരിക്കുന്ന സെറ്റപ്പ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വാട്ടർ ഫെസിലിറ്റീസ്, അതൊക്കെ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അത് നല്ലൊരു, എൻ്റെ ജേർണിയിൽ അതൊരു എൻവയോൺമെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഞാൻ താങ്ക്ഫുൾ ആണ്. എജുഹോമിനോട് താങ്ക്ഫുൾ ആണ്, ദൈവത്തിനോട് താങ്ക്ഫുൾ ആണ്, വീട്ടിലുള്ളവരോടും താങ്ക്ഫുൾ ആണ്. താങ്ക്സ്.